ഹായ് വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കുറച്ച് വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സബ്ജക്റ്റ് സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിടെക് എല്ലാ ബ്രാഞ്ചിനും കോമൺ ആയിട്ട് വരുന്ന പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 2024 സ്കീം. ഈ വർഷം മുതൽ സിലബസ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2024 സ്കീമിലെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോമൺ പേപ്പർ ഉണ്ട്. ഓക്കെ, എല്ലാ ബ്രാഞ്ചിനും കോമൺ ആയിട്ടുള്ള അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആദ്യം നമ്മൾ സബ്ജക്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള പല ടോപ്പിക്കുകളും നമ്മൾ നേരത്തെ പല സെപ്പറേറ്റ് വീഡിയോകളിലായിട്ട് ഡിപ്ലോമയ്ക്ക് വേണ്ടിയിട്ട് മറ്റതൊക്കെ ചെയ്തതാണെങ്കിലും നമ്മൾ ഒരു സീക്വൻസ് ആയിട്ട് നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള വീഡിയോ സീരീസ് ആണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു സബ്ജക്ട് സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാൻ സബ്ജക്ട് ഒരു ബ്രീഫായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഇതിന്റെ സിലബസ് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ ഓരോ സബ്ജക്ട് വൈസ് ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ സിലബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാൻ പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് സിലബസിനെ കുറിച്ചും അതേപോലെ ഇന്റേണൽ മാർക്കിന്റെ സ്പ്ലിറ്റപ്പ് അതേപോലെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സബ്ജക്റ്റിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നാണ്. ഗ്രൂപ്പ് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ രണ്ട് പാർട്ടാണ് ഉണ്ടാവുക, ഇലക്ട്രിക്കലും ഉണ്ടാവും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ടാവും. അതായത് ടോട്ടൽ 100 മാർക്കിനാണെങ്കിൽ 50 മാർക്ക് ഇലക്ട്രിക്കൽ 50 മാർക്ക് ഇലക്ട്രോണിക്സ്. അപ്പോൾ അതിന്റെ കോഴ്സ് കോഡ് വരുന്നത് GXEST 104 എന്നാണ് കോഴ്സ് കോഡ് വരുന്നത്. ദെൻ ഇന്റേണൽ മാർക്ക് 40, അതിൽ 20 ഇലക്ട്രിക്കൽ 20 ഇലക്ട്രോണിക്സ്. അതേപോലെ യൂണിവേഴ്സിറ്റി എക്സാം 60 മാർക്കിന് അതിൽ 30 ഇലക്ട്രിക്കൽ 30 ഇലക്ട്രോണിക്സ്, ലൈക്ക് ദാറ്റ്. ഈ രീതിയിലാണ് അതിന്റെ സ്പ്ലിറ്റപ്പ് വരുന്നത്. ഇനി 4 ക്രെഡിറ്റ് ഉള്ള പേപ്പറാണ്, 2.5 മണിക്കൂറാണ് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവുക. ഇനി ഇതിന്റെ ഇന്റേണൽ മാർക്കിന്റെ സ്പ്ലിറ്റപ്പ് ഒന്ന് നോക്കാം. ഇന്റേണൽ മാർക്ക് ടോട്ടൽ വരുന്നത് 40 മാർക്കാണ്. 20 മാർക്ക് ഇലക്ട്രിക്കലും 20 മാർക്ക് ഇലക്ട്രോണിക്സും. അതിൽ അറ്റൻഡൻസിന് 5 മാർക്ക്, അതായത് 2.5 ഇലക്ട്രിക്കൽ 2.5 ഇലക്ട്രോണിക്സ്. പിന്നെ അസൈൻമെന്റിന് അവർ മിനി പ്രൊജക്ട്, ഓക്കെ, അതിന് 15 മാർക്ക്, 7.5 ഇലക്ട്രിക്കൽ 7.5 ഇലക്ട്രോണിക്സ്. പിന്നെ ഇന്റേണൽ എക്സാം 2 ഉണ്ടാവും, 10 മാർക്ക് ഈച്ച്, 5 മാർക്ക് ഓരോന്നിനും. ഓക്കെ, അത് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 40 മാർക്കിൽ 20 മാർക്ക് ഇലക്ട്രിക്കലും 20 മാർക്ക് ഇലക്ട്രോണിക്സിനുമാണ് ഉണ്ടാവുക. ഇതാണ് ഇന്റേണൽ മാർക്കിന്റെ സ്പ്ലിറ്റപ്പ് വരുന്നത്. ദെൻ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ടോട്ടൽ 60 മാർക്കാണ്. അതിൽ പാർട്ട് എ പാർട്ട് ബി ഉണ്ടാവും, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതിൽ ഓരോ മൊഡ്യൂളും നമുക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളത്. നമ്മൾ സിലബസിലേക്ക് വരുമ്പോൾ പറയും 4 മൊഡ്യൂൾസ്, അല്ലെങ്കിൽ 2 മൊഡ്യൂൾ ഇലക്ട്രിക്കലും 2 മൊഡ്യൂൾ ഇലക്ട്രോണിക്സും ആണ് വരുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളിനും 4 മൊഡ്യൂളിലെ ഓരോ മൊഡ്യൂളിനും 2 ക്വസ്റ്റ്യൻസ് വീതം, ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ്. അത് 3 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ മൊഡ്യൂളിന് 2 ക്വസ്റ്റ്യൻ വീതം, 4 മൊഡ്യൂളിന് 2 ക്വസ്റ്റ്യൻ വീതം, ടോട്ടൽ 8 ക്വസ്റ്റ്യൻ, 3 മാർക്ക്. അപ്പോൾ ടോട്ടൽ പാർട്ട് എക്ക് 24 മാർക്സ്. ദെൻ പാർട്ട് ബിയിൽ 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഓരോ മൊഡ്യൂളിനും ഓരോ ക്വസ്റ്റ്യൻ വീതം, അതായത് ഓരോ മൊഡ്യൂളിനും ഓരോ ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. പക്ഷെ എല്ലാ മൊഡ്യൂളിനും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഓരോ മൊഡ്യൂളിനും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഔട്ട് ഓഫ് വിച്ച് 1 ക്വസ്റ്റ്യൻ ഷുഡ് ബി ആൻസേർഡ്. ഓക്കെ, ഒന്നാണ് ആൻസർ ചെയ്യേണ്ടത്, 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓരോ മൊഡ്യൂളിനും. അങ്ങനെ 4 മൊഡ്യൂളിന് 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 4 എണ്ണമാണ് എഴുതേണ്ടത്. അത് ഓരോ മൊഡ്യൂളിനും അങ്ങനെ തന്നെ എഴുതണം. ഇനി മാക്സിമം ഓരോ ക്വസ്റ്റ്യനും 3 സബ് ഡിവിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുണ്ടാവുക. മാക്സിമം അത് എല്ലാത്തിനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മാക്സിമം 3 സബ് ഡിവിഷൻസ് വരെ വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സീരീസ് മീൻസ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി സിലബസ് നമുക്ക് നോക്കാം. സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 മൊഡ്യൂളാണ് ഇലക്ട്രിക്കൽ വരുന്നത്. ഓക്കെ, അതായത് ഇലക്ട്രിക്കൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് എലമെന്ററി കൺസെപ്റ്റ് ഓഫ് DC ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്നത് ബേസിക് കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് വോൾട്ടേജ് ഡിവിഷൻ, കറണ്ട് ഡിവിഷൻ റൂൾ, ഓംസ് ലോ, കിർച്ചോഫ് ലോ, സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ, ഇതൊക്കെ. പിന്നെ DC ഇലക്ട്രിക് സർക്യൂട്ട് അനാലിസിസ്, അതായത് മെഷ് അനാലിസിസും നോഡൽ അനാലിസിസും വരുന്നുണ്ട്. ദെൻ എലമെന്ററി കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്, അതിന്റെ ബേസിക് ടേംസ്, അതേപോലെ സീരീസ് ആൻഡ് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് വിത്ത് കോമ്പോസിറ്റ്, ഈ കോമ്പോസിറ്റ് മെറ്റീരിയൽ, ഈ രീതിയിലുള്ളത്. അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് മൊഡ്യൂൾ 1 അതോടുകൂടി കംപ്ലീറ്റ് ആയി. ദെൻ മൊഡ്യൂൾ 2 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതേപോലെ സിമ്പിൾ AC സർക്യൂട്ട്സിനെ കുറിച്ചും 3 ടോപ്പിക്കാണ് വരുന്നത്.
അതിൽ ഫാരഡേസ് ലോ അതേപോലെ ലോസ് ഒക്കെയുള്ള തിയറംസ് കാര്യങ്ങൾ പഠിച്ചാൽ മതി. പ്രോബ്ലംസ് ഇല്ല. ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ RMS വാല്യൂ അതേപോലെ ഫോം ഫാക്ടർ പിന്നെ ഫ്രീക്വൻസി പീരീഡ് ആവറേജ് അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലം പിന്നെ RL RC RLC സീരീസ് സർക്യൂട്ട് ആ കാര്യങ്ങളൊക്കെ ഉള്ള വരുന്ന സിമ്പിൾ AC സർക്യൂട്ട് ഇങ്ങനെയാണ് ഇതിന്റെ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈസിയാണ്, പക്ഷെ പ്രോബ്ലമാറ്റിക് ആണ് ഇലക്ട്രിക്കൽ വരുന്നത്. ഇലക്ട്രോണിക്സ് തിയററ്റിക്കൽ ആണ്. നമ്മൾ ആ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും. ഇത്രയാണ് ഓവറോൾ ആയിട്ട് നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ അതേപോലെ ഇന്റേണൽ മാർക്കിന്റെ സ്പ്ലിറ്റപ്പ് സിലബസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തത് മാത്രം. ഇനി നമുക്ക് ഓരോ 1 by 1 ബേസിക് ദെൻ ഓരോ സബ്ജക്റ്റ് ടോപ്പിക് വൈസ് ക്ലാസ് നോക്കാം. ഓക്കെ, നമ്മൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സോ മൂവിങ് ഫോർവേഡ് നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് DC ഇലക്ട്രിക് സർക്യൂട്ട്സിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് സിലബസിലെ ടോപ്പിക്കിലേക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ അതേപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രിക്കൽ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫണ്ടമെന്റൽ കാര്യങ്ങൾ, സിലബസിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഒബിയസ്ലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന് മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസും അതേപോലെ സിവിൽ എല്ലാ ബ്രാഞ്ചിനും കോമൺ പേപ്പർ ആയതുകൊണ്ട് കുറച്ച് ഫണ്ടമെന്റൽസ് ആദ്യം പറഞ്ഞതിന് ശേഷം വി ക്യാൻ എൻ്റർ ടു സബ്ജക്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിലേക്ക് പോകാം. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് സബ്ജക്റ്റിൽ നമ്മൾ പറയുന്നത് അല്ലേ. സോ ഇലക്ട്രിക്കൽ എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന ഒരു ടേം അല്ലെങ്കിൽ ആദ്യം വരുന്നത് എന്താ? ഒബ്വിയസ്ലി ഇലക്ട്രിസിറ്റി അല്ലേ. കറണ്ട് എന്ന വാക്ക്, ഇലക്ട്രിസിറ്റി കറണ്ട് എന്ന വാക്കാണ് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദാറ്റ് കറണ്ട്. നമുക്ക് ആ കറണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സോ വാട്ട് എക്സാക്ട്ലി മീൻ ബൈ കറണ്ട്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുണ്ട്. കറണ്ട് മീൻസ് നത്തിങ് ബട്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഇലക്ട്രോൺസിന്റെ ഫ്ലോനെയാണ് വാട്ട് വി ക്യാൻ കോൾ ആസ് കറണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഫസ്റ്റ് ടോപ്പിക് അത് തന്നെയാണ്, കറണ്ട്. അതായത് ബേസിക് ടേംസ് ആണ്. ഇലക്ട്രിക്കലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേംസുകളാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് കറണ്ട്. കറണ്ട് ഈസ് നത്തിങ് ബട്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചാൽ തൽക്കാലം അത് മതി. ഓക്കെ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് കറണ്ട് അല്ലെ. ഇനി ഈ കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? യെസ്, ഒബ്വിയസ്ലി ആംപിയർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് കറണ്ട് നമ്മൾ മെഷർ ചെയ്യുക. ആംപിയർ. കറണ്ടിന്റെ സിമ്പൽ എന്താണ്? I എന്നുള്ള സിമ്പൽ കൊണ്ടാണ് നമ്മൾ കറണ്ടിനെ ഡിനോട്ട് ചെയ്യുക. കറണ്ട് I. ദെൻ കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. വാട്ട് എക്സാക്ട്ലി മീൻ ബൈ കറണ്ട്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടേമാണ് ഈ കറണ്ട് ഉണ്ടാവണമെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെയല്ലേ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. അപ്പൊ കറണ്ട് ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ സോഴ്സ്, ആ മീഡിയം, ഒരു കണ്ടക്ടർ ഉണ്ടാവും. ഓക്കെ, ആ കണ്ടക്ടറിലൂടെയാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക. അതേപോലെ അങ്ങനെ ഒരു ഇലക്ട്രോൺസ് കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഞാൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് ഒരു പൈപ്പിൽ കൂടി, നമ്മൾ ഹോസ് എന്നൊക്കെ പറയില്ലേ, വെള്ളം ടാപ്പ് നനക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഹോസിൽ കൂടി, പൈപ്പിൽ കൂടി വെള്ളം ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സിമിലർ ടു ദാറ്റ് നമ്മൾ ഇലക്ട്രിക്കലുമായിട്ട് നമ്മൾ ഒന്ന് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ, ഒരു പൈപ്പിലൂടെ, പൈപ്പ് എന്ന് പറയുന്ന PVC പൈപ്പ് എന്ന് പറയുന്ന സാധനം, അതാണ് നമ്മളെ കണ്ടക്ടറിന് സിമിലർ ആയിട്ട് ഇലക്ട്രിക്കലിൽ വരുന്നത്. ഓക്കെ, പൈപ്പ്. ഓക്കെ, അത് നമ്മൾ ഇലക്ട്രിക്കലിൽ കണ്ടക്ടർ എന്ന് പറയും. ആ പൈപ്പിലൂടെ വെള്ളത്തിന്റെ ഫ്ലോനെ ഇവിടെ നമ്മൾ എന്താ പറയുക, ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഒരു പൈപ്പിലൂടെ വെള്ളം ഫ്ലോ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? കണ്ടീഷൻ എന്താ വെച്ചാൽ രണ്ട് കണ്ടീഷൻ. ഒന്നുകിൽ എന്ത് ചെയ്യണം, ആ പൈപ്പിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വി ഹാവ് ടു അപ്ലൈ പ്രഷർ, ഒരു പ്രഷർ കൊടുക്കണം, ടാപ്പ് തുറക്കുക, ഒരു പ്രഷർ അപ്ലൈ ചെയ്യുക, അപ്പോൾ വെള്ളം ഫ്ലോ ചെയ്യും അല്ലെ. അതേപോലെ അല്ലെങ്കിലോ ആ ടാപ്പ് ഇങ്ങനെ നിൽക്കുന്ന പൈപ്പ് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് നോക്കുക അല്ലെ. അപ്പോൾ അതായത് ഒരു ഹൈറ്റ് ഡിഫറൻസോ ഒരു പ്രഷറോ അപ്ലൈ ചെയ്താലേ വാട്ടർ എന്തിലൂടെ ഫ്ലോ ചെയ്യുള്ളൂ? പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുള്ളൂ. സിമിലർ ടു ദാറ്റ് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ഹൈറ്റ് ഡിഫറൻസ്. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ടേം വോൾട്ടേജ്. വോൾട്ടേജ് വി ക്യാൻ ഡിനോട്ട് ആസ് V. ഓക്കെ, V എന്നുള്ള ടേം കൊണ്ടാണ് വോൾട്ടേജിനെ ഡിനോട്ട് ചെയ്യുക, സിമ്പിൾ കൊണ്ട്. ദെൻ വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റിനാണ് വോൾട്ടേജിനെ ഡിനോട്ട് ചെയ്യുക, വോൾട്ട്. ഓക്കെ, സോ അപ്പൊ കറണ്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? തീർച്ചയായും വോൾട്ടേജ് അല്ലെ. ആ വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവും. ഇനി ഒരു പൈപ്പിലൂടെ വെള്ളം, ഒരു ടാപ്പ് നമ്മൾ തുറന്നു, പൈപ്പിലൂടെ വെള്ളം അപ്പുറത്തെ സൈഡിലേക്ക് എത്തുന്നില്ല. അതിനർത്ഥം എന്താ? പൈപ്പിൽ വെള്ളമുണ്ട്, പക്ഷെ അതിനർത്ഥം എന്താണ്?
ആ പൈപ്പിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ടാവും. ഒന്നുകിൽ പൈപ്പ് മടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പൂപ്പലോ പായലോ ഒക്കെ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ വെള്ളത്തിന്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തുന്ന സാധനമാണ് നമ്മൾ ബ്ലോക്ക് ആയിട്ട് വരുന്ന പൈപ്പിന്റെ മടക്കോ അല്ലെങ്കിൽ പൂപ്പലോ പായലോ ഒക്കെ പറയുന്നത്. സിമിലർ ടു ദാറ്റ്, ഒരു കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രോൺസിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് കറണ്ട്, അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. തേർഡ് ടേം റെസിസ്റ്റൻസ്, അതായത് ഒപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് കറണ്ട്. റെസിസ്റ്റൻസ് വി ക്യാൻ ഡിനോട്ട് ആസ് ആർ. ആർ എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുക. അതിന്റെ യൂണിറ്റ് ഓം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് റെസിസ്റ്റൻസിനുള്ളത്, ഓം. അപ്പൊ എന്താ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഫ്ലോന്റെ ഒപ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാട്ട് വി കോൾ ഇറ്റ് ആസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ടേം പറഞ്ഞു: കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്. ഇനി അടുത്തൊരു 2 ടേം, പലപ്പോഴും പലരും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള 2 ടേം ആണ്. ഒന്ന് എനർജി, രണ്ടാമത്തത് പവർ. ഓക്കെ, എനർജി, എനർജി ഇ എന്നുള്ള സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അടുത്തതാണ് പവർ, പവർ പി എന്നുള്ള സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യും. എന്താ എനർജി, എന്താ പവർ എന്ന് പറഞ്ഞാൽ? എനർജി ഈസ് നത്തിങ് ബട്ട് ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഇൻ ഫിസിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് എനർജി എന്ന് പറയുന്നത്. എനർജിയുടെ യൂണിറ്റ് ജൂൾ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ എനർജി ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്. ഒരു വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ആ കപ്പാസിറ്റി എബിലിറ്റി ഉണ്ടോ ഇല്ലേ, ആ കപ്പാസിറ്റിയാണ് എനർജി എന്ന് പറയുന്നത്. ദെൻ വാട്ട് എക്സാക്ട്ലി മീൻ ബൈ പവർ? പവർ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഈസ് ബീയിങ് ഡൺ. എത്ര വേഗതയിലാണോ ആ വർക്ക്, ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്തത്, അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവറിനെ ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അപ്പൊ എന്താ ഈ എനർജിയും പവറും തമ്മിലുള്ള ഡിഫറൻസ്? എനർജി എന്ന് പറഞ്ഞാൽ ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്. അതായത് ഉദാഹരണമായിട്ട് ഒരു ടേബിൾ ഇവിടുന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ആ ടേബിൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, പിടിച്ച് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ, എത്ര സമയം കൊണ്ട് എന്നുള്ളത് അവിടെ പറയുന്നില്ല. ആ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് പറഞ്ഞ എനർജി അയാൾക്കുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ഒരാള് എത്രയും പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ആ ടേബിൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അയാൾക്ക് നല്ല പവർ ഉണ്ട്. അതായത് ആ പർട്ടിക്കുലർ ടാസ്ക് അദ്ദേഹം ടൈമിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ, അതായത് ദ റേറ്റ് അറ്റ് വിച്ച്, എത്ര വേഗതയിലാണോ ആ വർക്ക് ചെയ്യുന്നത്, അതിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് വാട്ട്. ദീസ് ആർ ബേസിക് ടേംസ് ഇൻ ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കലിലെ ചില ബേസിക് ആയിട്ടുള്ള ടേമാണ്. കറണ്ട്, ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ, യൂണിറ്റ് ആംപിയർ. വോൾട്ടേജ്, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, രണ്ടറ്റങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് വോൾട്ടേജ് എന്ന് പറയുന്ന യൂണിറ്റ് വോൾട്ട്. ദെൻ റെസിസ്റ്റൻസ്, ഒപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക, ഡിനോട്ടഡ് ആസ് ആർ. ദെൻ എനർജി, ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്, അതിനാണ് എനർജി എന്ന് പറയുന്നത്. ജൂൾ എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിനോട്ട് ചെയ്യാം ജെ എന്ന സിമ്പിളുണ്ട്. ദെൻ പവർ, ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ബീയിങ് ഡൺ. എത്ര വേഗതയിലാണോ ഒരു പർട്ടിക്കുലർ ടാസ്ക് വർക്ക് ചെയ്തത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ബേസിക് ടേം റിലേറ്റഡ് ടു ഇലക്ട്രിക്കൽ. ഓക്കെ, സോ ഇലക്ട്രിക്കലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില ടേംസുകൾ നമ്മൾ പറഞ്ഞു. സോ നമ്മൾ ബേസിക് ടേംസ് റിലേറ്റഡ് ടു ഇലക്ട്രിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രിക്കലുമായിട്ട് റിലേറ്റ് ചെയ്ത ചില ടേംസുകൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതിലെ ഈ വോൾട്ടേജ്, കറണ്ട് ഒക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓംസ് ലോ എന്ന പേരിൽ അറിയപ്പെടുക. ഓംസ് ലോ കേട്ടിട്ടുണ്ട്? എന്താ ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് അല്ലെ, അതായത് വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അങ്ങനെ ആവണമെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറയും. ഓക്കെ, സോ ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് കളയാൻ വേണ്ടി ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ആർ എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആർ എന്ന് പറയും. ഇതാണ് ഓംസ് ലോ പറയുന്നത്. അപ്പോൾ ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറയാം. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓംസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന സാധനം. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ഇതിന്റെ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ഓംസ് ട്രയാങ്കിൾ. അതായത് നമ്മൾ വി ഇവിടെ ഡിനോട്ട് ചെയ്യും, ഐ ഇവിടെ എഴുതും, ആർ. അപ്പൊ എന്താ? വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ,
R is equal to V by I. ഓക്കെ, ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ പറയാ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is 20 ampere. For example, at constant temperature, the current flowing through a conductor is 20 ampere and the resistance is 0.5 ohm. Resistance is 0.5 ohm. 0.5 ohm. What will be the voltage? Our voltage എന്തായിരിക്കും എന്ന് വെച്ചാൽ V is equal to I R അവർ തന്നിട്ടുണ്ട് IR അല്ലേ. I എന്ന് പറഞ്ഞാൽ 20 into R എന്ന് പറഞ്ഞാൽ 0.5. അപ്പോൾ 20 into 0.5 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 10 വോൾട്ട്. ഓക്കെ, അതേപോലെ തന്നെ അവര് വിയും ആറും തന്നു ഐ കാണാൻ പറഞ്ഞാൽ I is equal to V by R. ഇനി വിയും ഐയും തന്നു ആറ് കാണാൻ പറഞ്ഞാൽ R is equal to V by I. ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചതാണ്. ഇതിനെയാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്നത്. ഫൈൻ, ഇതും ഇലക്ട്രിക്കലുമായിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ വോൾട്ടേജ് കറണ്ട് ആ ബേസിക് ടേംസ് പറഞ്ഞു. വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസുമായിട്ടുള്ള റിലേഷൻ ആയിട്ട് നമുക്ക് ഓംസ് ലോ പറഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. ലോസ് ഓഫ് റെസിസ്റ്റൻസ്. ലോസ് ഓഫ് റെസിസ്റ്റൻസ് അതായത് റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ലോ നിങ്ങൾ പഠിച്ചതാണ്. അതായത് ലോസ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞത് 4 ലോസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ലോ പറയുന്നത് അതായത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അതായത് നമ്മൾ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ പൈപ്പിന്റെ ലെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് വെള്ളം അവിടെ എത്താനുള്ള ടൈം കൂടും, അതായത് റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. R ഈസ് പ്രൊപ്പോർഷണൽ ടു L. അതാണ് ഫസ്റ്റ് ലോ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി, അപ്പോൾ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഒബ്വിയസ്ലി നമുക്കറിയാം പൈപ്പിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് വെള്ളം വരാനുള്ള ടൈം ലാഗ് അവിടെ ഉണ്ടാവും, അതായത് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. സെക്കൻഡ് ലോ, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഒബ്വിയസ്ലി അതായത് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ പൈപ്പിന്റെ ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് വെള്ളം ഫ്ലോ ചെയ്യും, വെള്ളം സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യും, അതായത് റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദെൻ തേർഡ് ലോ, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റിവിറ്റി. അവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റിവിറ്റി. ആൻഡ് ഓൾസോ ദ ഫോർത്ത് ലോ ഈസ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ദീസ് ആർ ദ 4 ലോസ് ഓഫ് റെസിസ്റ്റൻസ്. സോ ഓൾ ടുഗദർ വി ക്യാൻ റൈറ്റ് R, resistance R, which is equal to rho L by A. R is equal to rho L by A. It is the loss of resistance. Resistance in the value കാണാൻ ഹയർ സെക്കൻഡറിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R is equal to rho L by A. This is the loss of resistance. അപ്പോൾ ഇതിനെ ഈ ഒരു ഇക്വേഷനെ നമ്മൾ 4 സ്പ്ലിറ്റ് ആയിട്ട് ചെയ്തതാ. അതായത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് കോൺസെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റിവിറ്റി. ദീസ് ആർ ദ ലോസ് ഓഫ് റെസിസ്റ്റൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് 2024 സ്കീം ബിടെക്കിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ പാർട്ട് എ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതിന്റെ സിലബസ് ഒന്ന് ഫെമിലറൈസ് ചെയ്തു. ദെൻ അതിന്റെ എക്സാം പാറ്റേൺ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഫസ്റ്റ് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേം ഇലക്ട്രിക്കൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ടേംസുകൾ നമ്മൾ സിലബസിലേക്ക് കയറിയിട്ടില്ല, ചില ടേംസുകൾ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് റിവൈസ് ചെയ്തതാണ്. നിങ്ങൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തെന്ന് മാത്രം. ബാക്കി ഫർദർ നമ്മളെ സിലബസ് ടോപ്പിക് നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.